നടൻ സൈഫ് അലി ഖാനെ കുത്തേറ്റ കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും അല്ലേ? ഇതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇംഗ്ലീഷ് ഉണ്ട്. അതാണ് നമ്മളൊന്ന് പഠിക്കുന്നത്. കാര്യം എല്ലായിടത്തും ഇംഗ്ലീഷ് കണ്ടെത്തലാണല്ലോ നമ്മുടെ പരിപാടി. ഹലോ എവ്രി വൺ, ദിസ് ഇസ് നിഷാദ് അഹമ്മദ്, വൊക്കാബുലറി ഫ്രം ബ്രെഡ്സ് ഇംഗ്ലീഷ്. ഹൗ ആർ യു ടുഡേ? ഒരു സ്ഥലത്തോട്ട് സമ്മതമില്ലാതെ അതിക്രമിച്ച് കയറുന്ന ആൾക്ക് ഇംഗ്ലീഷ് എന്ന് പറയും ഇൻട്രൂഡർ എന്നാണ് പറയുന്നത്. ഇൻട്രൂഡർ. ഓൾറൈറ്റ്. നമ്മുടെ വീടുകളിലോട്ട് മോഷണ ശ്രമത്തിനായിട്ട് ആളുകൾ കയറുന്ന ആ പരിപാടിക്ക് വിളിക്കുന്ന പേരാണ് ഹൗസ് ബ്രേക്കിംഗ്. ഹൗസ് ബ്രേക്കിംഗ്. ഫോർ എക്സാമ്പിൾ, എ ഹൗസ് ബ്രേക്കിംഗ് അറ്റംപ്റ്റ്, മോഷണ ശ്രമം. വീട്ടിലാണെങ്കിൽ മാത്രമാണ് ഹൗസ് ബ്രേക്ക് എന്ന് പറയുന്നത്. എന്നാൽ കടയിലും മറ്റാണെങ്കിൽ ബർഗ്ലറി എന്നാണ് പറയാറ്. ബർഗ്ലറി. ഫോർ എക്സാമ്പിൾ, ഇൻ എ ബർഗ്ലറി അറ്റംപ്റ്റ്, മോഷണ ശ്രമത്തിൽ എന്നൊക്കെയാണ് അർത്ഥം. സൈഫ് അലി ഖാനെ കുത്തേറ്റു. എന്നാൽ കുത്തേറ്റു എന്ന് ഇംഗ്ലീഷ് ആണ് പറയും ഹി വാസ് സ്റ്റാബ്ഡ്. സ്റ്റാബ് എന്ന് പറഞ്ഞാൽ കുത്തുക എന്നർത്ഥം. ഹി വാസ് സ്റ്റാബ്ഡ് വിത്ത് എ നൈഫ്. കത്തി കൊണ്ട് എന്ത് ചെയ്തു? കുത്തി. അദ്ദേഹത്തിന് കുത്തേറ്റു എന്നാണ് അർത്ഥം. ഹി വാസ് സ്റ്റാബ്ഡ് വിത്ത് എ നൈഫ്. എന്നാൽ ഈ നൈഫ് എന്ന് പറഞ്ഞാൽ കത്തി എന്ന് നമുക്കറിയാം. എന്നാൽ കുത്തുക എന്നുള്ളതിനും നമുക്ക് സിമിലർ ആയിട്ട് സ്റ്റാബ് എന്നുള്ളതിനും ആ വേർഡിന് പകരം നമുക്ക് നൈഫ് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, ഹി വാസ് നൈഫ്ഡ് ഇൻ ദ ബാക്ക്. ബാക്കിൽ അദ്ദേഹത്തിന് കുത്തേറ്റു എന്നുള്ളതാണ്. ഓൾറൈറ്റ്. ഫൈനലി ഞാനൊരു ഒച്ച കേട്ടുകൊണ്ട് ഉണർന്നു. ഇംഗ്ലീഷ് എങ്ങനെ പറയാം? ഐ വോക്ക് അപ്പ് ഓൺ എ നോയ്സ്. ഐ വോക്ക് അപ്പ് ഓൺ എ നോയ്സ്. Hope you love them. Anyway, thank you very much for watching this video. See you with another one. Bye-bye. If you'd like to improve your English in a practical and effective way, welcome to Brett's English.